നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. മാസപ്പടി കേസിൽ വീണയ്ക്ക് രക്ഷയില്ല. വ്യക്തമായ തെളിവുണ്ടെന്ന ഇഡി. കൂടുതൽ ചോദ്യം ചെയ്യലുടൻ വാർത്താക്കുറിപ്പ് പതിവ് നടപടി. അസ്വാഭാവികതയില്ല. ഇഡിയുടെ വിശദീകരണം. വാർത്താക്കുറിപ്പ് അസാധാരണമെന്ന് പറഞ്ഞ പിണറായി വിജയന് മറുപടി. കോഴിക്കോട് ഇന്ന് CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. പിണറായിയുടെ വീട്ടുപടിക്കൽ ഇഡിക്കാരെ ആക്രമിച്ച CPM-കാർക്ക് തിരിച്ചടി. ജാമ്യം റദ്ദാക്കാൻ നീക്കവുമായി പോലീസ്. ഉദ്യോഗസ്ഥ വീഴ്ച സംഭവിച്ചുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. മ്യൂസിയം സ്റ്റേഷനിൽ പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും ഓണമാഘോഷിച്ച് IP വിനു. ഒപ്പിടാൻ വന്നപ്പോൾ ഓണക്കോടിയും കൊടുത്തു. ഭരണം മാറിയതറിയാത്തവരാണ് പിന്നിലെന്ന് മന്ത്രി K മുരളീധരൻ. ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങി. റീൽ നീക്കം ചെയ്തു മെറ്റ. CPM-CPI കലഹം കടുത്തു. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി കൊമ്പ് കോർത്തു പാർട്ടികൾ. CPIയെ ചൊടിപ്പിച്ചത് പദവി CPM-നെന്ന പിണറായിയുടെ പ്രസ്താവന. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രവൃത്തിയെന്ന് ബിനോയ് വിശ്വം. തിരുവനന്തപുരം ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ തമ്മിലടി. കൂട്ടത്തല്ല്. KGSO ഓണാഘോഷ DJക്കിടെ. കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥന് കണ്ണിന് പരിക്ക്. അന്വേഷണം തുടങ്ങി സ്പെഷ്യൽ ബ്രാഞ്ച്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റ വിവാദം തീർന്നില്ല. സർക്കാർ തീരുമാനമുടൻ. എതിർപ്പുമായി ജനപ്രതിനിധികളും. തുടർ നടപടികൾ നിർത്തിവെച്ച് KMRL. മെസ്സിയെ കാട്ടി കോടികളുടെ വെട്ടിപ്പ്. GST വകുപ്പിന്റെ നിർണായക കണ്ടെത്തൽ. ആന്റോ അഗസ്റ്റിൻ കൊടുത്തത് ആരാന്റെ പണം. കണക്കില്ലാതെ എത്തിയത് 206 കോടി. വായ്പയെന്ന ആന്റോ. അടിമുടി ദുരൂഹത. ആന്റോയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും ഇടനിലക്കാരെന്ന സംശയത്തിൽ പ്രത്യേക സംഘം. നോട്ടീസ് ഉടൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം BJPയുടെ രാഷ്ട്രീയ നീക്കമെന്ന് UDF. കേന്ദ്രമന്ത്രി സോമണ്ണയ്ക്കും കർണാടക നേതാക്കൾക്കും കുറ്റപ്പെടുത്തൽ. ലക്ഷ്യം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും വിമർശനം. തിരുവോണത്തിന് കേരളത്തിലെ MP-മാർ നിരാഹാരമിരിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്നും ആവശ്യം. നടൻ ദേവൻ TVKയിൽ. ശിവസേന രാഷ്ട്രീയം തുടങ്ങിയ താരം ഒടുവിൽ വഹിച്ചത് BJP സംസ്ഥാന ഉപാധ്യക്ഷ പദവി. പാർട്ടി വിട്ടത് കഴിഞ്ഞ ദിവസം. TVKയുമായി ചർച്ച. നടി പ്രിയങ്കയുടെ മധ്യസ്ഥത്തിൽ. വിജയുമായി ഉടൻ കൂടിക്കാഴ്ച. കുതിച്ചുകയറി മുല്ലപ്പൂവില. മുഴത്തിന് 250 രൂപ. കിലോയ്ക്ക് 3000 രൂപ കടന്നു. 5000 രൂപയ്ക്കപ്പുറം ആയാലും അത്ഭുതമില്ലെന്ന് കച്ചവടക്കാർ. വില കൂടിയത് ഓണവും കല്യാണ സീസണും കാരണം. ഒഡീഷ തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയത് പാനമ പതാക വഹിച്ച MV ഓഷ്യൻ വിന്നർ. കപ്പലിൽ 24 ചൈനക്കാർ. ഇരുമ്പയിരുമായി പോയ കപ്പൽ അപകടത്തിൽപ്പെട്ടത് ബംഗാൾ ഉൾക്കടലിൽ 240 നോട്ടിക്കൽ മൈൽ ദൂരം. രക്ഷാശ്രമവുമായി കോസ്റ്റ് ഗാർഡും നാവികസേനയും. ഉസൈൻ ബോൾട്ടിനെ ഓടിപ്പിന്നിലാക്കി റോബോട്ട്. ലോക റോബോട്ട് ഗെയിംസിൽ ചൈനീസ് ഹ്യൂമനോയിഡ് 100 മീറ്റർ ഫിനിഷ് ചെയ്തത് 9.39 സെക്കൻഡിൽ. 9.47 സെക്കൻഡിൽ രണ്ടാമതോടിയെത്തി ലൈറ്റ്നിംഗ് റോബോട്ട്. ഹ്യൂമനോയിഡുകളുടെ ഓട്ടമത്സരം. റോബോട്ടിക്സിലെ വൻ കുതിപ്പ്. ഇഡി കേസ് പ്രതികളുടെ ഊഞ്ഞാലാടൽ വിവാദം. IP ബിനുവിന്റെ റീൽസ് വീഡിയോ മെറ്റ നീക്കം ചെയ്തു. സംഭവം വിവാദമായതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് പിന്നാലെയാണ് മെറ്റയുടെ നടപടി. ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരും. ഡാന്, പോലീസ് നൽകിയ ഒരു സൗകര്യം അത് വളരെ കൃത്യമായി ഈ പ്രതികൾ ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. മുരളീധരൻ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഭരണം മാറിയതറിയാത്തവരാണ് ഇത്തരമൊരു പ്രവർത്തിക്ക് പിന്നിൽ എന്ന്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ആഭ്യന്തര വകുപ്പ് ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ടോ? സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയും റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തതിന് പിന്നാലെയാണ്
മെറ്റയുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായി തിടുക്കത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. IP ബിനു തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി IP ബിനു തന്നെ ഈ റീൽസ് ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് സംഭവം വിവാദമാവുകയും അതിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മെറ്റ ഭാഗത്ത് നിന്ന് FB പോസ്റ്റിലെ ഈ റീൽസ് നീക്കുന്ന നടപടി അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. വിവാദമായ സംഭവം, അതിൽ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. മന്ത്രി മുരളീധരൻ പറഞ്ഞതുപോലെ ഭരണം മാറിയത് അറിയാത്ത പോലീസുകാരാണ് ഇത്തരം ചില സൗകര്യങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന കാര്യം. എന്തായാലും തലകൾ ഉരുളുമെന്ന കാര്യത്തിൽ സംശയമില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ്. ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോൾ സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. സ്റ്റേഷന് മുന്നിലെ ഊഞ്ഞാലിൽ ആടുകയും പൂക്കളത്തിന് സമീപം നിന്ന് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിഗമനം. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി K മുരളീധരൻ രംഗത്തെത്തി. ഭരണം മാറി അറിയാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്ന് മുരളീധരൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ജാമ്യ വ്യവസ്ഥ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥരായ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒപ്പിടണമെന്ന വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഒപ്പിടാനായി എത്തിയതാണ് ആറ്റുകാൽ ഉണ്ണിയും IP ബിനുവും ഉൾപ്പെടെയുള്ള ED ആക്രമണ കേസിലെ പ്രതികൾ. അവർ ഒപ്പിട്ട ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ തയ്യാറാക്കിയിരുന്ന പൂക്കളത്തിന് ചുറ്റും നിന്ന് റീൽസ് എടുക്കുകയും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാലിൽ IP ബിനു ആടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ ബിനു തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇതിനെതിരെ രൂക്ഷമായ വിമർശനം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ അറിവോടെയാണ് ഇവർ ഒരേ കളറുള്ള ഡ്രസ് കോഡ് ധരിച്ച് അവിടെ എത്തുകയും ഊഞ്ഞാലാടുകയും ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം കടുത്തതോടെയാണ് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. പോലീസിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായാൽ അച്ചടക്ക നടപടിക്ക് ഉദ്യോഗസ്ഥർ വിധേയമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതേസമയം സ്റ്റേഷന് പുറത്തു വെച്ച് ഇങ്ങനെ റീൽസ് എടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന നിലപാടിലാണ് ബിനുവും ഒപ്പമുള്ളവരും. ശരി. തിരുവനന്തപുരം പൂജപ്പുര ജില്ലാ ജയിലിൽ DJ പാർട്ടിക്കിടെ ഉദ്യോഗസ്ഥർ തമ്മിലടിച്ചു. KGSO മേഖല ഓണാഘോഷത്തിനിടെ ഇന്നലെ രാത്രിയാണ് സംഭവം. സംഘർഷത്തിനിടെ കണ്ണിന് പരിക്കേറ്റ കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് ED. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകും. കേസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ED അറിയിച്ചു. വീണയ്ക്കെതിരെ ED വാർത്താക്കുറിപ്പ് ഇറക്കിയത് അസാധാരണ നടപടി എന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. CMRL എക്സാലോജിക് കേസിൽ ED നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ വാർത്താക്കുറിപ്പായി ഇറക്കിയതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അസാധാരണ നടപടിയെന്ന് സൂചിപ്പിച്ചത്. പക്ഷേ അത് സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഒരു അന്വേഷണം നടത്തിയാൽ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ, അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ വിവരങ്ങൾ തുടങ്ങിയ വാർത്താക്കുറിപ്പായി ഇറക്കിയ EDയുടെ സ്വാഭാവിക നടപടിയാണ്. മാത്രമല്ല, വീണ തൈക്കണ്ടിലിനെതിരെ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ED ഈ പറയുന്ന പ്രസ് റിലീസ് ഇറക്കിയത് എന്നും ED വ്യക്തമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായേക്കും എന്നാണ്. മറ്റു ആളുകളുടെ പേരിൽ സിം കണക്ഷൻ എടുത്ത് ഇന്റർനെറ്റ് കോളുകൾ അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ വഴി ഇന്റർനെറ്റ് കോളുകൾ വിളിച്ചതായൊക്കെ കാണുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി മുൻനിർത്തി കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് ED വ്യക്തമാക്കുന്നത്. അതേസമയം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെന്ന വാർത്താക്കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന തന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെ നേരിടാൻ, തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചത്. അങ്ങനെയാണ് താനോ തന്റെ മകളോ തന്റെ കുടുംബമോ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടോ നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും പണമിടപാടുകളിലോ ഭാഗമായിട്ടില്ല, അതിന്റെ ഭാഗമായിട്ടില്ല എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കമാണ്. ഇതിനെ എല്ലാ തരത്തിലും പ്രതിരോധിക്കും. ED മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ED അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അതുമായി വ്യക്തമായ രീതിയിൽ EDയോട് സഹകരിച്ച് തന്നെയാണ് താനും തന്റെ കുടുംബവും പോയിട്ടുള്ളത് എന്നും പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം
അതേസമയം ED നടത്തിയത് അസാധാരണ നടപടി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ആരോപിച്ചത്. അതിന് മറുപടിയുമായാണ് ED രംഗത്തെത്തിയിരിക്കുന്നത്. ED അതിന് വ്യക്തത നൽകുന്നുണ്ട്. ഇതൊരു സ്വാഭാവിക നടപടിയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പ്രസ് റിലീസായി ഇറക്കുക എന്നുള്ളത് EDയുടെ സ്വാഭാവിക നടപടി മാത്രമാണ്. അതിൽ അസാധാരണത്വമൊന്നുമില്ല എന്നാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ CPM-ഉം CPI-യും വീണ്ടും കൊമ്പുകോർക്കുന്നു. ഉപനേതൃപദം CPM-ന് തന്നെയെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരസ്യ പ്രതികരണമാണ് CPI-യെ ചൊടിപ്പിച്ചത്. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രവൃത്തിയെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചത്. പൊള്ളയായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതികരണം നടത്തുന്ന ഒരു ശൈലിയല്ല പിണറായി വിജയൻ്റേത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുമൊക്കെ കാച്ചിക്കുറുക്കി തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPM-ൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് പിണറായി വിജയൻ ഉറപ്പിച്ച് പറയുമ്പോൾ അതൊരു ഒറ്റയാൻ പരാമർശം അല്ലെങ്കിൽ വാശിപ്പുറത്തുള്ള വൈകാരികമായ പരാമർശമെന്നൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായ ബോധ്യത്തോടെ തന്നെ നടത്തിയ പരാമർശമായി വ്യാഖ്യാനിക്കേണ്ടി വരും. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം ED കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ തുടർച്ച മുഹമ്മദ് റിയാസിലേക്ക് എത്തുമെന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളും അഭ്യൂഹങ്ങളും ഏറുന്നതിനിടയിൽ CPI കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണം ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ, ബിസിനസ്സിനെയും രാഷ്ട്രീയത്തെയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു. അതായത് വീണയുടെ അന്വേഷണം വീണ തന്നെ നേരിടട്ടെ, അതിൽ പാർട്ടിയോ മുന്നണിയോ ഒരു തരത്തിലുള്ള പ്രതിരോധവും തീർക്കേണ്ടതില്ല എന്നൊരു നിലപാട് CPI സ്വീകരിച്ചു. അതിൽ CPM പാർട്ടിയും പിണറായി വിജയൻ വ്യക്തിപരമായും കടുത്ത അമർഷത്തിലായിരുന്നു. ആ അമർഷം മറനീക്കുകയാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം. അത് CPM-ന് തന്നെ അവകാശപ്പെട്ടതാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. പക്ഷേ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അദ്ദേഹം അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പദവിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനും നിരക്കാത്ത വിരുദ്ധമായ പ്രതികരണമാണ് നടത്തിയത് എന്നായിരുന്നു ബിനോയ് വിശ്വം ഇതിനോട് പ്രതികരിച്ചത്. എന്തായാലും CPM-ഉം CPI-യും തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ, PM ശ്രീ വിഷയത്തിലടക്കം എങ്ങനെയാണ് അത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രതിഫലിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അത് അതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉടനുണ്ടായേക്കും. മെട്രോയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അപേക്ഷ നൽകിയതെന്നും ഇതിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിനാണെന്നും KMRL വ്യക്തമാക്കിയിരുന്നു. സർക്കാർ തീരുമാനം പറയാതെ പേരുമാറ്റത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് മെട്രോ അറിയിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ എതിർപ്പ് പരസ്യമാക്കിയതോടെയാണ് പേരുമാറ്റത്തിൽ KMRL-ന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നിർത്തിവെച്ചത്. കൊച്ചി മെട്രോയുടെ പേരുമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി സംസ്ഥാന സർക്കാരാണ് ഇതിൽ നിലപാട് പറയേണ്ടത്. ഇപ്പോൾ പേരുമാറ്റവുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് KMRL അധികൃതർ തന്നെ ഇപ്പോൾ വിശദമാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും അവർ സമർപ്പിച്ച ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അപേക്ഷ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. ഈ അപേക്ഷയിൽ കൃത്യമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ അപേക്ഷയെ മുന്നോട്ട് പോകുന്നു എന്നതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. നിലവിൽ അറിയാൻ സാധിക്കുന്നത് ജനപ്രതിനിധികളുടെ അടക്കം വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പ് ഈ നിർദ്ദേശത്തിന് നേരിട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം ഈ വിഷയത്തിൽ KMRL സ്വീകരിച്ച നടപടിയിൽ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം ഒരു കൂടിയാലോചന ഇല്ലാതെയാണ് ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത് എന്നത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശത്തിന് ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ സർക്കാർ മറുപടി പറയുക എന്നതാണ് അറിയേണ്ടത്. ഇതിൽ KMRL വ്യക്തമാക്കിയത് തങ്ങൾ കേന്ദ്രത്തിൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് മാത്രമാണ് ഈ അപേക്ഷ സമർപ്പിച്ചത്. അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമൊന്നും ഇക്കാര്യത്തിലില്ല എന്നത് അവർ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റേതെങ്കിലും പദ്ധതികൾ സംസ്ഥാനത്ത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ പേരുമാറ്റം നടത്തുന്നത് മറ്റു മെട്രോകളിലെല്ലാം തന്നെയുണ്ട്. അതനുസരിച്ച് മാത്രമാണ് തങ്ങൾ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് KMRL വിശദീകരിക്കുന്നത്. എന്തായാലും ആ ഒരു നിർദ്ദേശം വലിയ രീതിയിലേക്കുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും സ്ഥലം MP ഹൈബി ഈഡൻ അടക്കം എതിർപ്പുമായി മുന്നോട്ട് വരികയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിൽ ഈ നിർദ്ദേശത്തിൽ സംസ്ഥാന സർക്കാരാണ് ഇനി മറുപടി പറയേണ്ടത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന ആരോപണവുമായി UDF MP-മാർ. വിഭജനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കേന്ദ്രമന്ത്രി സോമണ്ണയെന്നും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടാണ് നീക്കമെന്നും MP-മാർ വിമർശിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കണം. പ്രതിഷേധ സൂചകമായി തിരുവോണ ദിവസം ഉപവാസ സമരം നടത്താനാണ് MP-മാരുടെ തീരുമാനം.
പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ഭാഗമായിരുന്ന മംഗലാപുരത്തെ മൈസൂരുവിനൊപ്പം ചേർക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരും റെയിൽവേ ബോർഡും നാടകീയമായി പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം ഒക്ടോബർ മുതൽ നടപ്പാക്കാൻ ഇരിക്കുകയും ചെയ്യുന്നതായി ഉത്തരവിറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇതേ തുടർന്നാണ് കടുത്ത പ്രതിഷേധവുമായി ഇപ്പോൾ UDF MP-മാർ രംഗത്തെത്തിയിരിക്കുന്നത്. തിരുവോണ ദിവസം രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുമ്പാകെ ഉപവാസ സമരം നടത്തും എന്നാണ് അല്പസമയം മുമ്പ് MK രാഘവൻ MP-യും ET മുഹമ്മദ് ബഷീറും അറിയിച്ചിരിക്കുന്നത്. മലബാറിൽ നിന്നുള്ള മുഴുവൻ MP-മാരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ഒപ്പം മറ്റു ഇടങ്ങളിൽ നിന്നുള്ള MP-മാരും പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഉള്ളാളാണ്. ഉള്ളാൾ തൊട്ട് മംഗലാപുരം വരെയുള്ള ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ഭാഗമാക്കുന്നു. അതായത് മൈസൂർ ഡിവിഷൻ്റെ ഭാഗമാക്കുന്നതോടുകൂടി പാലക്കാട്ട് ഒരു വരുമാനം ഇല്ലാതാകുകയാണ്. ഇപ്പോൾ നമുക്കൊരു വർഷം 600 കോടി രൂപ വരെ വരുമാനം കിട്ടുന്നത് ഈ പറയപ്പെടുന്ന മംഗലാപുരം പോർട്ടാണ്, പനവൂർ പോർട്ടാണ്. അവിടുന്നാണ് കൽക്കരി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അവിടുന്നാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അവിടുന്നാണ് രാസവളം അടക്കമുള്ള ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഉള്ളാട് തൊട്ട് അങ്ങോട്ട് വരുമ്പോൾ മംഗലാപുരം ജംഗ്ഷൻ, മംഗലാപുരം ടൗണ്, പനവൂർ റെയിൽവേയുടെ ഗോഡൗൺ നിൽക്കുന്ന സ്റ്റേഷൻ, ഇതെല്ലാം മൈസൂർ ഡിവിഷനിലേക്ക് പോവുകയാണ്. കേരളം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കലി തുള്ളുകയാണ്. കേരളത്തിന് ഞങ്ങൾ ഈ മൺസൂൺ സെഷൻ നടന്നല്ലോ ഈ 13-ാം തീയതി വരെ, എന്തെല്ലാം ആവശ്യമായി എത്ര പ്രാവശ്യമാണ് മന്ത്രിയെ കണ്ടത്. കർണാടകത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ പേരും പറഞ്ഞ് മൈസൂർ ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ, സിദ്ധാരാമയ്യൻ്റെ നാടാണ്. ആ പ്രദേശത്ത് നിന്ന് കുറേ സീറ്റുകൾ അസംബ്ലി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് BJP കേരളത്തിൽ നിന്ന് ഏതോ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത പ്രതീതിയോടുകൂടിയാണ് അവിടെ ആഘോഷിക്കുന്നത്. ആദ്യമായി മലയാളികളുടെ ദേശീയ ഉത്സവമായ തിരുവോണത്തിനന്ന് ഞങ്ങൾ പട്ടിണി കിടന്ന് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും. എന്നിട്ടും തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യും. ഓപ്പറേറ്റിംഗ് റേഷ്യോ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വലിയ അപകടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പാലക്കാട് കേരള സോൺ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഞങ്ങളോടാണ് ഇപ്പോൾ പാലക്കാട് വരുമാനമില്ലെന്ന് പറഞ്ഞ് ഇതിപ്പോൾ എടുത്തു മാറ്റി തിരുവനന്തപുരം ഡിവിഷൻ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഇല്ലാതാവും. കേന്ദ്ര ഗവൺമെൻറ് കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടിണി സമരം. അതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടം ഞങ്ങൾ ആലോചിക്കും. അത് ചിലപ്പോൾ ജെൻസി ചെയ്ത പോലെയൊക്കെ ഞങ്ങൾ കടുങ്കൈ ചെയ്തു എന്ന് വരാം, മനസ്സിലായോ? അത് ഒരു കാരണവശാലും വിടില്ല. ഇത് കേരളത്തോടുള്ള BJP ഗവൺമെൻറ് അവഗണനയാണ്. ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രിയുണ്ടല്ലോ, പുള്ളി മിണ്ടിയിട്ടില്ല ഇതുവരെ. ഇവിടെ ഓരോ കാര്യത്തിനും ഞങ്ങളാണ് MP-മാർ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും പിതൃത്വം അവകാശപ്പെട്ട് എട്ടുകാലി മമ്മൂഞ്ഞായി വരുന്ന BJP-യുടെ നേതാക്കന്മാർ കാസർഗോട്ടുണ്ടല്ലോ, മിണ്ടി ഒരക്ഷരം. ഇത് പാലക്കാട് ഡിവിഷന് ദയാവധം അനുവദിക്കുന്ന സംബന്ധിച്ചുള്ള നടപടികളുടെ തുടക്കമാണെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാണ്. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ MP-മാരെല്ലാവരും നേരത്തെ റെയിൽവേ മന്ത്രാലയവുമായി മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് ലഭിച്ചിരുന്നതാണ്. ആ തീരുമാനം ഒക്ടോബർ മുതൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അത്തരമൊരു തീരുമാനം നടപ്പിലാക്കാൻ റെയിൽവേ തുനിയരുത്. ആ തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പുറകോട്ട് പോകണം. ഇത് വരുമാന ശോഷണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് അനുവദിക്കേണ്ട ട്രെയിനുകളുടെ, അനുവദിക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കാനുള്ള തീരുമാനമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ റെയിൽവേ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നതെന്ന് ഇവർ പറയുന്നു. ഈ ഡിവിഷൻ കൂടി വിഭജിക്കുന്നതോടുകൂടി കേരളത്തിന് പുതിയ ട്രെയിനുകൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. ഒപ്പം സംസ്ഥാനത്തിൻ്റെ റെയിൽവേ വരുമാനത്തിലും അല്ലെങ്കിൽ പദ്ധതി വീതമടക്കമുള്ള വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടും വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഇതെന്നും MP-മാർ പറയുന്നു. ഒപ്പം സങ്കുചിതമായ പ്രാദേശികവാദം ഇക്കാര്യത്തിൽ BJP കർണാടക ഘടകം കൈക്കൊള്ളുന്നു. കേന്ദ്രമന്ത്രി സോമണ്ണയുടെ ഇടപെടലാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്നും MK രാഘവൻ MP പറയുന്നു. മംഗലാപുരത്തെ അടക്കം ആളുകൾ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ തീരുമാനത്തെ വരവേറ്റത്. അത് സങ്കുചിതമായ പ്രാദേശികവാദത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും MK രാഘവൻ MP പറയുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്രൂരതയാണ് നമ്മോട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് റെയിൽവേ ഡിവിഷനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ 2 ചിറകുകളും വെട്ടി എറിയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞു വരുമെന്ന് ഭയപ്പെടുന്ന ആളാണ് ഞാൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ വരുമാന സ്രോതസ് കൂടുതൽ മംഗലാപുരം പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. 16ഓളം ട്രെയിൻ നമുക്ക് അവിടുന്ന് ഒറിജിനേറ്റ് ചെയ്യാനും ടെർമിനേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. കണക്കനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 1200 കോടിയോളം നഷ്ടം വരും നമുക്ക് മംഗലാപുരം റെയിൽവേ മേഖല നഷ്ടപ്പെട്ടാൽ നമുക്കുണ്ടാകുന്ന നഷ്ടമാണ് ചൂണ്ടിക്കാണിച്ചത്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിൽ മൈസൂർ ഡിവിഷനുമായി
ചേർക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഒരു പ്രാദേശികവാദം വല്ലാതെ ഉയർന്നു വരികയാണ്. പക്ഷെ ഇതിൻ്റെ പിറകിൽ തീർച്ചയായും കേന്ദ്ര റെയിൽവേ സഹമന്ത്രി സോമണ്ണയാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് കാര്യം ഒരു തർക്കം വേണ്ട. അതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടി മുഹമ്മദ് ബഷീറും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ തീരുമാനത്തെ വിമർശിച്ചത്. സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാവുന്ന ഒരു തീരുമാനമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ കേരളത്തിനോട് പുലർത്തുന്ന നിസ്സംഗ മനോഭാവം അല്ലെങ്കിൽ കേരളത്തിനൊന്നും തരേണ്ടതില്ല എന്നൊരു നിലപാട് തുടരുന്നതാണ് ഈ കാര്യത്തിലും കാണുന്നതെന്നും അദ്ദേഹം പറയുന്നു. പാലക്കാട് ഡിവിഷൻ്റെ എല്ലാ പ്രസക്തിയും ഇല്ലത് നാമമാത്രമായിട്ട് മാത്രം അവശേഷിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2007 സേലം ഡിവിഷൻ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഗതി വളരെ അപകടത്തിലേക്ക് പോവുകയാണ്. എല്ലാം അങ്ങ് സർവൈവ് ചെയ്ത് വരികയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ബാക്കിയായി വരുന്ന ഭാഗം വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള തകർച്ചയിലേക്ക് പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ഈ എടുത്തു മാറ്റുന്ന മേഖല ഇതിൻ്റെ ആത്മാവാണ്. അതിൻ്റെ സാമ്പത്തികമായ സ്രോതസ്സുണ്ട്, മറ്റെല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്ന് പറയുന്നത് തുറമുഖ മേഖലയിലാണ് ഉള്ള ഭാഗങ്ങൾ എടുത്തു കളയുന്നത്. ഏറ്റവും വലിയ അനുകൂല ഘടകമെന്ന് പറയുന്നത് ഈ തുറമുഖ പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ്. അങ്ങോട്ടുള്ള എല്ലാ വിധത്തിലുള്ള പുതിയ സംരംഭങ്ങളും ഇല്ലാതാകും. നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് പൂർണ്ണമായും ഇല്ലാതാകുന്ന സ്വഭാവത്തിലേക്ക് പോവുകയാണ്. ഇടതുപക്ഷ എംപിമാരോടക്കം ആശയവിനിമയം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എംപിമാർ പോകുന്നത്. അവർ ഓൺലൈൻ യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. എല്ലാ പാർട്ടികളെയും ഇക്കാര്യത്തിൽ സഹകരിപ്പിക്കുമെന്നും അവർ പറയുന്നു. പ്രതിഷേധത്തിലടക്കം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി BJP നേതാക്കളുടെയും BJP എന്നത് പാർട്ടി എന്ന രീതിയിലും BJPയുടെ പിന്തുണ തേടുന്നു. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും UDF എംപിമാർ ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ അടുത്ത ജില്ലയായി മൂവാറ്റുപുഴ സർക്കാരിൻ്റെ പരിഗണനയിലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ഇനി ഒരു ജില്ല ഉണ്ടാവുകയാണെങ്കിൽ അതിൽ മൂവാറ്റുപുഴ തീർച്ചയായും പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡീലിമിറ്റേഷനായി കമ്മീഷൻ ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മൂവാറ്റുപുഴയിലെ വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാടൻ MLA നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. MLA സംസാരിച്ചപ്പോൾ മൂവാറ്റുപുഴയുടെ സങ്കടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് നാളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞു. പ്രതികാര ബുദ്ധിയോടുകൂടി ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒറ്റ വാചകം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും മാറ്റും. പിന്നെ നമുക്കൊരു കാലം നഷ്ടം വന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പലിശ സഹിതം കിട്ടണമെന്നാണ്. അതിന്റെ പലിശ സഹിതം മൂവാറ്റുപുഴയ്ക്ക് തരും. എനിക്ക് മൂവാറ്റുപുഴക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ലയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം വന്നു. കാരണം എന്റെ ജില്ലയിൽ നിന്ന് മൂവാറ്റുപുഴ വേറിട്ട് പോകുമെന്നല്ല. എന്നാലും ആ കാര്യം കൂടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ ഗവൺമെന്റ് കൊണ്ടുവരും. ആ കാര്യത്തിൽ ഇതുകൂടി ഉറപ്പായിട്ട് പരിഗണിക്കും. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. ദീർഘകാലമായുള്ള ഒരാവശ്യം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഇതിനുള്ള സാധ്യത? രഞ്ജിത്ത്, ഇതിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മേഖലയിൽ നിന്ന് ജില്ലയുടെ എറണാകുളം ജില്ലയുടെ ഒരു കിഴക്കൻ മേഖല ഉൾപ്പെടുന്ന വലിയ പ്രദേശം തന്നെയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആവശ്യം ഉയരുന്നതാണ്. കാരണം മൂവാറ്റുപുഴയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ ഭാഗമാണ് മൂവാറ്റുപുഴ എന്ന് പറയുമ്പോഴും കോതമംഗലം എന്ന് പറയുമ്പോഴും പിറവം എന്ന് പറയുമ്പോഴും എല്ലാം തന്നെ അവർക്ക് ഒരാവശ്യം അല്ലെങ്കിൽ അവരുടെ ഈ ജില്ലാ ഭരണ നിർവഹണം എല്ലാം കാര്യങ്ങൾക്കും വേണ്ടി എറണാകുളത്തിനെ അടക്കം ആശ്രയിക്കേണ്ട ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഒരു ജില്ല എന്ന രീതിയിലേക്ക് മാറിയാൽ കൂടുതൽ വികസന സാധ്യതകളിലേക്ക് അടക്കം ഈ പ്രദേശങ്ങൾക്ക് പോകാനുള്ള സാധ്യത ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു അനുകൂലമായ ഒരു തീരുമാനം എന്ന് തന്നെ നമുക്കിതിനെ കാണാം. കാരണം മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇതൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതാണ്. ഇനി അടുത്ത ജില്ല അങ്ങനെ പ്രാദേശികമായിട്ട് അതിന്റെ സാധ്യതകൾ ചേർത്തുകൊണ്ട് രൂപപ്പെടുകയാണെങ്കിൽ അതിന്റെ സാധ്യത മൂവാറ്റുപുഴ തന്നെയാണ് എന്ന് അദ്ദേഹം തന്നെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഡീലിമിറ്റേഷനായി ഉടൻ തന്നെ
ഇതിനു വേണ്ടിയുള്ള നടപടികൾ ഒരു കമ്മീഷൻ ഉടൻ തന്നെ രൂപീകരിക്കുന്നതടക്കമുള്ള ഉറപ്പുകൾ അദ്ദേഹം നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ ദീർഘകാലമായി ഈ മേഖലയിലുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു മറുപടി, ഒരു പച്ചക്കൊടി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്കിതിനെ കാണാം. മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനത്തെ കാണുകയും ചെയ്യാം. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ ഒരു തുടർ സാധ്യതകളും കാര്യങ്ങളും തന്നെയായിരിക്കാം കൂടുതൽ ചർച്ചകളിലേക്ക് വരിക. എന്തായാലും വളരെ നാളുകളായി ഈ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ അതിന്റെ അനുബന്ധ പ്രദേശങ്ങൾ, ജില്ലയുടെ കിഴക്കൻ മേഖല എന്ന് പറയുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും തന്നെയും എറണാകുളം ജില്ലയിൽ നിന്ന് കുറച്ചെങ്കിലും എറണാകുളം കേന്ദ്രീകൃതമായ നഗര കേന്ദ്രീകൃതത്തിൽ നിന്ന് കുറച്ചും കൂടി മാറി നിന്നുകൊണ്ടാണ്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ല രൂപപ്പെടുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ ഒരു സമഗ്ര വികസനത്തിനടക്കം വഴിയൊരുങ്ങും എന്ന് തന്നെയാണ് പൊതുവിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. ശരി ഡാനി. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന വാഗ്ദാനത്തിന്റെ പറവിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ സ്പോൺസറുടെ അക്കൗണ്ടിലേക്ക് 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 206 കോടി രൂപ എത്തിയതായി GST പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തൽ. കൈമാറിയത് സ്പോൺസറുടെ സ്വന്തം പണമല്ലെന്നും അടിമുടി ദുരൂഹത നിറഞ്ഞ ഇടപാടാണ് നടന്നതെന്നും GST ഇന്റലിജൻസ് വ്യക്തമാക്കുന്നു. മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർ 126 കോടി രൂപ അടച്ച സമയത്താണ് 2 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഈ ഭീമമായ തുക എത്തിയത്. ഈ തുക വായ്പയായി കിട്ടിയതാണെന്നാണ് സ്പോൺസർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് സാധൂകരിക്കാൻ ആവശ്യമായ യാതൊരുവിധ ഔദ്യോഗിക രേഖകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്കൗണ്ടിലേക്ക് പണമെത്തിയ തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ തുകയുടെ വലിയൊരു ഭാഗം മറ്റ് അക്കൗണ്ടുകളിലേക്ക് വേഗത്തിൽ വകമാറ്റി കൈമാറ്റം ചെയ്തതായി SIT കണ്ടെത്തി. സ്പോൺസറായ ആൻഡ്രൂ അഗസ്റ്റിൻ്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ഇടനില ചാനലായി മാത്രമാണോ പ്രവർത്തിച്ചത് എന്ന് അധികൃതർ സംശയിക്കുന്നു. ഇതിനാൽ പണത്തിൻ്റെ യഥാർത്ഥ സ്രോതസ് വെളിപ്പെടുത്താൻ സ്പോൺസർക്ക് ഉടൻ നോട്ടീസ് നൽകും. BJPയിൽ നിന്ന് രാജിവെച്ച് TVKയിലേക്ക് പോകുമെന്ന് നടൻ ദേവൻ News 18നോട് സ്ഥിരീകരിച്ചു. 4 ദിവസം മുൻപാണ് ദേവൻ TVK പ്രതിനിധികളുമായി സംസാരിച്ചത്. TVK പ്രതിനിധികൾക്കൊപ്പമുള്ള ദേവന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. നടി പ്രിയങ്കയുടെ മധ്യസ്ഥതയിലാണ് ചർച്ച നടന്നത്. നിയമസഭാ സമ്മേളനത്തിന് ശേഷം വിജയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ദേവൻ News 18നോട് പറഞ്ഞു. TVKയിൽ ചേരുന്നു പറഞ്ഞിട്ടേ ശരിയാണ്. അതെന്താ ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് അവർ വന്നത്. അത് ആക്ച്വലി വിജയ് എന്റെ ഈ റെസിഗ്നേഷൻ ന്യൂസ് കണ്ടതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്ന് തോന്നുന്നു. ഓക്കെ. അവിടുന്ന് 2 പേര് വന്നു, എന്റെ വീട്ടിലൊരു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ നേരം സംസാരിച്ചു. അപ്പൊ അത് എനിക്ക് നല്ലൊരു ഓഫറായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തി. ഒരു വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ലീഡേഴ്സായിട്ട്. അപ്പൊ അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സെപ്റ്റംബർ 10th അദ്ദേഹം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും അദ്ദേഹമുള്ള ഒരു മീറ്റിംഗില് അന്ന് നമ്മൾ തീരുമാനമെടുക്കും, അങ്ങനെ അനൗൺസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പൊ എന്തെങ്കിലും ഓഫർ അങ്ങനെ അധ്യക്ഷ പദവിനൊക്കെ കേട്ടിരുന്നു? അധ്യക്ഷ പദവിയാണ്. TVKയുടെ കേരള സ്റ്റേറ്റ് അധ്യക്ഷൻ എന്ന പോസ്റ്റിലാണ് അവരെനിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് വിവാഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഗുരുവായൂർ. ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ച ആയ ഇന്ന് പുലർച്ചെ 4 മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. 437 വിവാഹങ്ങളാണ് നടക്കുന്നത്. ആദ്യ മണിക്കൂറിൽ 68 വിവാഹങ്ങൾ നടന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക നിയന്ത്രണങ്ങൾ ക്രമീകരിച്ചിരുന്നു. ഓരോ വിവാഹ സംഘത്തിനൊപ്പവും 24 പേരെ മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിട്ടത്. 6 വിവാഹ മണ്ഡപങ്ങളായാണ് വിവാഹം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദിവസം ഇത്രയും വിവാഹങ്ങൾ നടക്കുന്നത്. സംസ്ഥാനത്തിൽ ഓണത്തിനും മഴ കനക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കാരണം ഈ മാസം 27 വരെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. ഏതായാലും 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഇന്നു മുതൽ അടുത്ത 5 ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കു സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ MDMA കടത്തുന്ന പ്രധാന സൂത്രധാരൻ പിടിയിൽ. ഗുരുവായൂർ സ്വദേശി റിയാസ് എന്ന കല്ലു റിയാസാണ് UPയിൽ നിന്ന് തൃശൂർ സിറ്റി ഡാൻസ് ഓഫിന്റെ വലയിലായത്. തൃശൂരിൽ ആംബുലൻസ് വഴി ലഹരി കടത്താൻ ശ്രമിച്ച കേസിന്റെ തുടരന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. ഇതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിലായിരുന്ന റിയാസിനെ സാഹസികമായാണ് പോലീസ് പിടിച്ചത്. ജില്ലയിൽ പലയിടങ്ങളിൽ നിന്നും ഈയിടെ പിടികൂടിയ വലിയ അളവിലുള്ള ലഹരി മരുന്നുകളുടെ ഉറവിടം റിയാസാണോ എന്നും പോലീസ് സംശയിക്കുന്നു.
ബംഗാൾ ഉൾക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ അപകടം. ഒഡീഷയിലെ പാരദ്വീപ് തീരത്ത് നിന്ന് 240 നോട്ടിക്കൽ മൈൽ അകലെ 24 ജീവനക്കാരുമായി സഞ്ചരിച്ച MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലാണ് മുങ്ങിയത്. കപ്പൽ ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് ഇരുമ്പയിരുമായി പോകുന്നതിനിടയിലാണ് അപകടത്തിൽ പെട്ടത്. കടലിൽ കുടുങ്ങിയ ജീവനക്കാർക്കായി ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. ബെയ്ജിംഗിൽ നടന്ന വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിന്റെ പ്രാഥമിക റൗണ്ടിൽ ഒരു ചൈനീസ് ഹ്യൂമനോയിഡ് റോബോട്ട് 100 മീറ്റർ ദൂരം 9.39 സെക്കൻഡിൽ ഓടിയെത്തി. ജമൈക്കൻ സ്പ്രിന്റർ ഉസൈൻ ബോൾട്ടിന്റെ പേരിലുള്ള പുരുഷന്മാരുടെ ലോക റെക്കോർഡിനേക്കാൾ വേഗത്തിലാണ് ഈ പ്രകടനം. ഗെയിംസിന്റെ 2ാം പതിപ്പിൽ തുടക്കത്തിൽ നടന്ന മത്സരത്തിൽ ബെയ്ജിംഗ് ഹ്യൂമനോയിഡ് റോബോട്ട് ഇന്നൊവേഷൻ സെന്റർ വികസിപ്പിച്ച ടിയാങ്ഗോങ് അൾട്ര എന്ന റോബോട്ട് വിജയിച്ചതായി സംഘാടകർ അറിയിച്ചു. തുടക്കത്തിൽ പിന്നിലായിരുന്നുവെങ്കിലും ഫിനിഷിംഗ് ലൈനിനടുത്തെത്തിയപ്പോൾ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഓണർ കമ്പനിയുടെ ലൈറ്റ്നിംഗ് എന്ന റോബോട്ടിനെ മറികടന്നാണ് ടിയാൻഗോങ് മുന്നിലെത്തിയത്. ലൈറ്റ്നിംഗ് 9.47 സെക്കൻഡിലാണ് ഓട്ടം പൂർത്തിയാക്കിയത്. 2009 ബെർലിനിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബോൾട്ട് സ്ഥാപിച്ച 9.58 സെക്കൻഡ് എന്ന റെക്കോർഡിനേക്കാൾ വേഗത്തിലായിരുന്നു ഇതും. കഴിഞ്ഞ വർഷം ആദ്യം നടന്ന ഗെയിംസിലെ പ്രകടനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ പുരോഗതിയാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്ന് 100 മീറ്റർ ഓട്ടം പൂർത്തിയാക്കാൻ ടിയാങ്ഗോങ് അൾട്ര 21.5 സെക്കൻഡ് വേണ്ടി എടുത്തിരുന്നു. ഫുട്ബോൾ, നൃത്തം, വ്യാവസായിക ജോലികൾ സംബന്ധിച്ച മത്സരങ്ങൾ എന്നിവയുൾപ്പെടെ 51 ഇനങ്ങളാണ് ഈ ഗെയിംസിൽ ഉള്ളത്. 2025 പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഇ തോയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിനെതിരെ നയതന്ത്ര മാർഗങ്ങളിലൂടെ സമൻസ് അയക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. നിലവിൽ ലാഹോറിലാണ് സയ്യിദ് ഉള്ളത്. സയ്യിദിനെതിരെ NIA പ്രത്യേക കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം വഴിയാകും സമൻസ് അയക്കുക. ഇന്ത്യൻ കോടതിയിൽ ഹാജരാക്കാൻ സയ്യിദിന് ഔദ്യോഗികമായി അവസരം നൽകുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. ആവശ്യമായ നിയമ നടപടികൾ പൂർത്തിയായിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ വിചാരണ നടത്തുന്നതിലേക്ക് കേസ് നീങ്ങിയേക്കാം. സയ്യിദ് പാകിസ്ഥാനിൽ കഴിയുന്നതും ഇന്ത്യയുടെ കസ്റ്റഡിയിലല്ലാത്തതും കണക്കിലെടുക്കുമ്പോൾ ഈ നീക്കം നിർണായകമാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാകാൻ ഇന്ത്യൻ അധികൃതർ ഔദ്യോഗികമായി ശ്രമിച്ചിരുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞുമുറുക്കാൻ അമേരിക്ക പ്രഖ്യാപിക്കാൻ പോകുന്ന പുതിയ ഉപരോധങ്ങൾ എന്തൊക്കെയാകും? ദുബൈയുമായി ഇറാനുള്ള വാണിജ്യ വ്യാപാര ഗതാഗത ബന്ധത്തിൽ അമേരിക്ക കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കുചേരുന്ന ഏത് രാജ്യത്തെയും ശത്രുവായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ശക്തമായ നാവിക ഉപരോധത്തിന് പുറമെ ഇറാന് ഇരട്ടി പ്രഹരം നൽകുന്ന സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. തീരുമാനങ്ങൾ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ഇറാനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ തിട്ടൂരം. സാമ്പത്തിക യുദ്ധത്തിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന നിബന്ധനകൾ എന്തൊക്കെയാകുമെന്നാണ് ഉത്കണ്ഠ. ദുബായ് ഇറാൻ വ്യാപാര വാണിജ്യ ബന്ധങ്ങളിൽ അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമോ എന്നാണ് ഒരാശങ്ക. വിദേശ നാണ്യത്തിനും പണമിടപാടുകൾക്കുള്ള ഇടനില സംവിധാനങ്ങൾക്കും ഉപരോധങ്ങൾ മറികടക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമൊക്കെ ഇറാൻ ആശ്രയിക്കുന്നത് ദുബായിയാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഇറാന്റെ വാതിലെന്നാണ് ദുബൈയെ വിശേഷിപ്പിക്കുന്നത്. ഹോർമൂസ് കടക്കേണ്ട ആവശ്യമില്ലാത്ത ഈ ബന്ധത്തിൽ കടുംവെട്ടിന് അമേരിക്ക മുതിരുമോ എന്നാണ് ഉത്കണ്ഠ. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇറാന്റെ മുന്നറിയിപ്പ്. സാമ്പത്തിക യുദ്ധത്തിൽ അമേരിക്കയെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങളെ ശത്രുവായി കാണുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി മോഹ്സൻ റസായി തന്നെ ഇത് പരസ്യമാക്കി. ولی ما نفتمون رو فروختیم. ما در همین 1-2 ماه گذشته 70 میلیون بشکه نفت در اون 2-3 روزی که അമേരിക്കയുടെ നാവിക ഉപരോധം മാസങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് പ്രശ്നമല്ലെന്നുമാണ് ഇറാന്റെ വാദം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാത്രം 70 ദശലക്ഷം ബാരൽ എണ്ണ വിറ്റു. US നാവികസേനാ കപ്പലുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നിട്ടും പ്രതിദിന ഉൽപാദനത്തിന് തുല്യമായ അളവിൽ തന്നെ എണ്ണ ദിവസവും വിൽക്കാൻ കഴിഞ്ഞുവെന്നാണ് അവകാശവാദം. കഴിഞ്ഞ 12 മാസത്തിനിടെ ഇറാൻ ആയുധ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദനം ഇരട്ടിയാക്കിയെന്നാണ് IRIB TVക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ പ്രതിരോധ വക്താവ് പറഞ്ഞത്. വിദേശ ശക്തികളെ നേരിടാനുള്ള ഏകമാർഗം കൂടുതൽ ശക്തരാവുക എന്നത് മാത്രമാണെന്ന
പ്രതിരോധ വക്താവ് പറഞ്ഞത് സാമ്പത്തിക യുദ്ധത്തിന് സൈനിക തിരിച്ചടി നൽകുമെന്ന സൂചനയായും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ശ്വാസമുട്ടിച്ചാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സൈനികാക്രമണമുണ്ടാകും. ഇതാണ് ഇറാൻ നൽകുന്ന സന്ദേശം. അതിനിടെ വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കാൻ UAE-യിലെ എണ്ണ സംഭരണികൾക്ക് ചുറ്റും മെറ്റൽ കവചം തീർത്തതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഹോർമുസ് കടലിടുക്കിലെ പുതിയ US ഭൂപ്രദേശമായി ചിത്രീകരിക്കുന്ന ഭൂപടം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സമൂഹമാധ്യമത്തിൽ വീണ്ടും പങ്കുവച്ചു. ഓഗസ്റ്റ് 18-നും ട്രംപ് ഇതേ ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു. കടലിടുക്കിനെ US ഭൂപ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് ഓഗസ്റ്റ് 15-നാണ് US പ്രസിഡന്റ് ആദ്യമായി പറഞ്ഞത്. ഹോർമുസ് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇറാനും US അവകാശപ്പെടുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ചരക്ക് കപ്പലുകളിലെ നാവികർ കടുത്ത ദുരിതത്തിലാണെന്നും വിവിധ മാരിടൈം ഏജൻസികൾ അറിയിച്ചു. ഒരു വശത്ത് US സേനയും മറുവശത്ത് ഇറാൻ സൈന്യവും ഉപരോധമേർപ്പെടുത്തിയതോടെയാണ് 100-ലേറെ കപ്പലുകൾ ഹോർമുസിൽ യാത്രാനുമതി കാത്തുകിടക്കുന്നത്. കടലിൽ നാവികർ കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾ നേരിടുകയാണ്. ആക്രമണ ഭീഷണിക്കൊപ്പം കപ്പലിലെ അവശ്യവസ്തുക്കൾ തീരുന്നതും ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുന്നു. US യുദ്ധക്കപ്പലുകളിലെ മറീനുകൾ വരെ പിടിച്ചു നിൽക്കാനാവാതെ നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചരക്ക് കപ്പലുകളുടെ ദുരിത അവസ്ഥ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. കൊല്ലം കൊട്ടാരക്കരയിൽ KSRTC ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചു. ലോറി ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വഞ്ചിപ്പെട്ടി ഭാഗത്തെ വളവിലായിരുന്നു അപകടം. ബസ്സിലെ യാത്രക്കാർക്ക് നിസ്സാര പരിക്കുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് ടാങ്കറുമായി കൂട്ടിയിടിച്ചത്. തിരുവോണം വരവായി. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാതിർ ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. ആറന്മുള ഭഗവാന് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ എത്തിക്കുന്നതിനായി മങ്ങാട്ട് ഭട്ടതിരി പുറപ്പെട്ടു. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് നിന്നാണ് യാത്ര തുടങ്ങിയത്. മൂലം നാളായി ഇന്ന് കുമാരനെല്ലൂരിൽ നിന്ന് ചുരുളൻ വള്ളത്തിൽ യാത്ര തിരിച്ച ഭട്ടതിരി കാട്ടൂരിലേക്കാണ് ആദ്യമെത്തുക. തിരുവോണ ദിവസം പുലർച്ചെ 18 കരകളിലെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ തിരുവോണത്തോണിയിൽ ആറന്മുളയിലെത്തും. അനൂപ് നാരായണ ഭട്ടതിരിയാണ് ഇത്തവണ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാനായി യാത്ര തിരിച്ചത്. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഭട്ടതിരിയെ യാത്രയയക്കാനായി മങ്ങാട്ട് ഇല്ലത്ത് എത്തിയിരുന്നു. ഏതാണ്ട് 11:45 മങ്ങാട്ട് ഭട്ടതിരി ആറന്മുളയിലേക്ക് യാത്ര തിരിച്ചത്. കുടുംബത്തെ തറവാട്ടിലെ ആചാരപരമായ പൂജകളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് വലിയ വായ്ക്കുരവകളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് മങ്ങാട്ട് ഭട്ടതിരി യാത്ര തിരിച്ചിരിക്കുന്നത്. ചുരുളൻ വള്ളത്തിലാണ് യാത്ര. പതിവ് പോലെ പരമ്പരാഗതമായ രീതിയിൽ ഉള്ള യാത്ര. ഇത്തവണ കഴിഞ്ഞ തവണത്തേതുപോലെ അരുൺ നാരായണ ഭട്ടതിരിയാണ് മങ്ങാട്ടില്ലത്തെ കാരണവരായി ആറന്മുളയ്ക്ക് കാട്ടൂരിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തിരുവോണ തോണിക്ക് അകമ്പടി സേവിക്കുക എന്ന വലിയ ദൗത്യമാണ് അരുൺ നാരായണ ഭട്ടതിരി ഇത്തവണയും ചുമലിലേറ്റിയിരിക്കുന്നത്. ഈ മീനച്ചിലാറ്റിൽ നിന്ന് യാത്ര തുടങ്ങി മണിമലയാറ്റിലൂടെ പമ്പയാറ്റിലെത്തിയാണ് ഈ ഫലത്തിൽ ആറന്മുളയിലേക്ക് എത്തുക. അന്ന് ഈ തിരുവോണ ദിവസം പുലർച്ചെയാണ് കാട്ടൂരിൽ നിന്ന് ഏതാണ്ട് 18 കരകളുടെ വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവാറന്മുള അപ്പന് ഉള്ള വള്ളസദ്യയ്ക്ക് വേണ്ടി തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരി യാത്ര പോകുന്നത്. എന്തായാലും വലിയ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ, ഒരുപാട് വിശ്വാസം നിറഞ്ഞത്, പ്രത്യേകിച്ച് തിരുവാറന്മുള അപ്പൻ സ്വപ്നത്തിൽ മങ്ങാട്ട് ഭട്ടതിരിയുടെ സ്വപ്നത്തിൽ ദർശനം നൽകിയെന്നും അതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഐതിഹ്യങ്ങളാണ് ഈ മങ്ങാട്ടില്ലവുമായി ബന്ധപ്പെട്ടുള്ളത്. നേരത്തെ കാട്ടൂരാണെങ്കിലും ഈ മങ്ങാട്ടില്ലം കോട്ടയം കുമാരനെല്ലൂരിലേക്ക് താമസം മാറിയെങ്കിലും ഈ ഒരു കുടുംബത്തിനുള്ള ആ ഒരു ദൗത്യം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തായാലും വിദേശത്തുള്ള അരുൺ നാരായണ ഭട്ടതിരി ഇന്നലെയാണ് നാട്ടിലെത്തുകയും ഈ ചടങ്ങ് അത്രത്തോളം തനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു യാത്രയുടെ ഭാഗമാകുകയും ചെയ്തത്. കുമാരനെല്ലൂരിൽ നിന്ന്
ഒരു മുഴ മുല്ലപ്പൂവിന് 250 രൂപ, 1 കിലോയ്ക്ക് 3000. മുല്ലയുടെ വില 5000 കടന്നാലും അത്ഭുതപ്പെടാനില്ലെന്ന് കച്ചവടക്കാർ. ഓണത്തിന് കയറിയതോടെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് കച്ചവടം പൊടിപൊടിക്കുന്നതെന്നും ചാലക്കമ്പോളത്തിലെ വ്യാപാരികൾ പറയുന്നു. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൂവിപണി സജീവമായിരിക്കുകയാണ് ചാലക്കമ്പോളത്തിൽ. റോക്കറ്റ് വിലയാണ്. ഏറ്റവും മണമുള്ള മുല്ലയ്ക്ക് തന്നെയാണ് ഏറ്റവും വിലയെന്നതാണ് നിലവിലെ സാഹചര്യം. ഇപ്പോൾ 3000 ആണെങ്കിൽ അത് തിരുവോണത്തോടടുക്കുമ്പോൾ 5000-ലേക്ക് കടന്നേക്കും വില എന്നുകൂടി വ്യാപാരികൾ പറയുന്നു. മുല്ലയ്ക്ക് 3000 ആണെങ്കിൽ മുല്ലയോട് ചേർന്ന് പിച്ചിയുണ്ട്. പിച്ചിക്കും 3500 രൂപയാണ് ഇന്നത്തെ വില. അപ്പോൾ ഈ വില തിരുവോണത്തോടടുക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. ഈ വില എങ്ങനെയാണ് വിപണിയിൽ വില, അല്ലെങ്കിൽ ഇത്രയും വലിയ വിലയ്ക്ക് മുല്ല മേടിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്? ഇതൊക്കെ നമുക്ക് കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താ പേര്? ഓംകാരം സുരേഷ്. എങ്ങനെയുണ്ട് ഇത്തവണ കച്ചവടം? ഇത്തവണ കച്ചവടം പൊടി പിടിച്ച് മതിയാണ്. കച്ചവടം ഇങ്ങനെ ഹീറ്റായി വരുന്നേ ഉള്ളൂ. ഏറ്റവും വില ഏറ്റവും വില കൂടിയത് വന്നിട്ട് മല്ലിയപ്പൂവാണ്. മല്ലി ഈ പ്രാവശ്യം വില കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 7000 8000 പോയി. ഈ പ്രാവശ്യം വില കുറവാണ്. 3500 വരെ എത്തിയിട്ടുണ്ട്. 3000 രൂപ മുല്ലയും 3500 രൂപ പിച്ചിയും ഇന്നത്തെ വില. ഒരു മുഴം മെനിഞ്ഞാന്ന് വിറ്റ് ഇവിടെ മെനിഞ്ഞാന്ന് ഭയങ്കര വിലയായിരുന്നു. ഒരു മുഴം മുല്ലപ്പൂവിന് 250 രൂപ 200 രൂപയായിരുന്നു. അത് എത്ര വരെയാകും തിരുവോണമാണ് നിർത്തി ഇതേ വില തന്നെ പോകും. 250 രൂപ ഒരു മുഴത്തിന് 200 രൂപ 250 രൂപ പോകും. ഉത്രാടത്തിൻ്റെ അന്ന് അരളിപ്പൊക്കെ ഭയങ്കര വിലയാണ്. 1 കിലോ വെള്ള അരളിക്ക് വന്നിട്ട് 800 രൂപയാണ്. പിങ്ക് അരളിക്ക് വന്നിട്ട് 500 രൂപ. 500. നമ്മൾ എവിടുന്നാണ് കൊണ്ടുവരുന്നത് പൂ? എവിടെ? ഇതെല്ലാം റായിക്കോട്ട, അത്തിമല്ലി, സേലം ഇവിടെ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച ഈ വില തന്നെ കുറയത്തില്ല. ഈ വില ഇങ്ങനെ കയറ്റും. മൊത്തം ഓണമല്ലേ, ഓൾ ഇന്ത്യ പരിപാടിയല്ലേ. എല്ലാവരും ഓണം രാവിലെ എപ്പോൾ തുറക്കും? വിദേശികൾ ആഘോഷിക്കുന്നു ഓണം. ഫ്ലൈറ്റിലേക്കാണ് പോകുന്ന പൂ. മലയാളി എവിടെ ഉണ്ട് അവിടെ എല്ലാം ഓണമുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ എപ്പോൾ തുറക്കും? ഇവിടെ 24 hours 365 കാല ദിവസം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനം ഓങ്കാരം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കച്ചവടം പൊടിപൊടിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് വ്യാപാരികൾ. 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുകയാണ് ഈ സ്ഥാപനം. ഇതിനടുത്തുള്ള സ്ഥാപനങ്ങളെല്ലാം അങ്ങനെ തന്നെ വില കുതിച്ചു കയറുന്നു ഒരു വശത്ത്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ഓണം പൊടിപൊടിക്കാനുള്ള ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് മലയാളികൾ. അതിന് മാറ്റുകൂട്ടിക്കൊണ്ടാണ് പൂവിപണി ഇവിടെ സജീവമായിരിക്കുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഓണത്തിന് മഹാബലി എങ്ങനെയൊക്കെ വരുമെന്ന ചോദ്യത്തിന് മലപ്പുറം രാമപുരം ജെംസ് കോളേജിലെ കുട്ടികൾ പറയും, വേണമെങ്കിൽ ആകാശത്ത് കൂടിയും വരുമെന്ന്. പറയുക മാത്രമല്ല, മഹാബലി അവർ ഹെലികോപ്റ്ററിൽ ഇറക്കുകയും ചെയ്തു. കാണാം പാതാളത്തിൽ നിന്നും ജെംസിലേക്ക് പറന്നു വന്ന മാവേലി. പാതാളത്തിൽ നിന്നും മാവേലി തവണ പറന്നിറങ്ങുകയാണ് ഹെലികോപ്റ്ററിൽ. മലപ്പുറം ജെംസ് കോളേജിലെ ഓണാഘോഷം വേറെ ലെവലാണ്. മാവേലി ഹെലികോപ്റ്ററിൽ ഓണാഘോഷത്തിന് വന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. മാവേലിയുമായി ഹെലികോപ്റ്റർ വന്നിറങ്ങിയിരിക്കുന്നു. ആഘോഷ തീർപ്പിലാണ് ഈ ഒരു ക്യാമ്പസ് ഒന്നാകെ. ആവേശം, വാനോളം ഉയർന്ന അന്തരീക്ഷം, വാനോളം ആവേശം. മാവേലി വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാനായി കുട്ടികളെല്ലാം തന്നെ ഹെലികോപ്റ്റർ ചുറ്റും ആണി നിരന്നിരിക്കുകയാണ്. ആവേശം മലതല്ലുകയാണ്. അങ്ങനെ മാവേലി വന്നിറങ്ങണേ. എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? അടിപൊളി യാത്ര ചെയ്തു. പാതാളത്ത് എങ്ങനെ ഹെലികോപ്റ്റർ കിട്ടിയേ? അത് മോഡേൺ മാവേലിലേക്ക് ആകാശത്താണ്. രണ്ടാം തവണയിലാണ് ഹെലികോപ്റ്ററിൽ വരുന്നത്. പക്ഷെ അത് തുമ്പി, ഇത് ഡ്രാഗൺ. ഈ ബൽവ ഓണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയാ ഇതാണ് ബൽവ. ഇതിന്റെ ടോപ്പില് കുറച്ച് ഇത് അതിന് മുന്നേ സാമ്പിൾ വന്നു പോകണം. സാമ്പിൾ കാണിച്ച് പിന്നെ രണ്ടാമത്തെ എന്താണ് പ്രജകളോട് പറയാനുള്ളത് മാവേലിക്ക്? ബൽവോണം, ഹാപ്പി ഓണം, ഒരേ പൊളി. എന്തായാലും ജെംസിലെ ഓണം വേറെ ലെവൽ ഓണമാണ്. നമ്മുടെ ജെംസിലെ പിള്ളേരെ ഇവിടെ ചേരുന്നുണ്ട്. നിങ്ങൾ ഫൈനൽ ഇയർ ആണോ? നിങ്ങൾ ഈ കോളേജ്
കേരളത്തിലെ അവസാനത്തെ തവണ എങ്ങനെയുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണ അതിഗംഭീരമായിട്ടാണ് ഹെലികോപ്റ്റർ ഇറക്കി കിടന്നത്. കഴിഞ്ഞ തവണ ഹെലികോപ്റ്റർ തന്നെയായിരുന്നു. അല്ല ഇതിനൊക്കെ വലിയ ചെലവല്ലേ ഫണ്ട് അവസാനത്തെ ഓണത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. രാവിലെ പാരാച്ചൂട്ട് ഈ കോടതിയിൽ അവസാനത്തെ തവണ അവിസ്മരണീയമാക്കാണ്. എല്ലാവരും കളറൊക്കെ പലരും പറഞ്ഞു എന്തോ ഈ കയർമ കെട്ടിയാണ്ട് ഇങ്ങനെ പൊങ്ങണ സാധനമാണ് കേരളം മൊത്തം ഓണം അടക്കി ഭരിച്ചതെന്ന്. ഇതിങ്ങനെ കറങ്ങി വരുന്ന സാധനം. അതെ, അത് കാണിച്ചു കൊടുക്കുക. അതാണ് ബൽവ കാണിച്ചു കൊടുക്കുക. CV അനുമോദ്, ന്യൂസ് 18. ഒരുമയോടെ വനിതകൾ ഒരുക്കിയ പൂക്കൃഷിയിൽ സമൃദ്ധിയുടെ നിറക്കാഴ്ച. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ കൃഷിയുടെ വരുമാനം കാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുമ്പോൾ കൊണ്ടോട്ടിയിൽ വിരിയുന്നത് പൂക്കൾ മാത്രമല്ല, നന്മ കൂടിയാണ്. ഒരുമയും വളയിട്ട കൈകളുടെ ദൃഢമായ തീരുമാനവും കരുണ നിറഞ്ഞ മനസ്സും ചേർന്നപ്പോൾ പൂക്കൃഷിയിൽ 100 മേനി വിളവ്. കൊണ്ടോട്ടിയിലെ വനിതാ കൂട്ടായ്മയിൽ വിരിഞ്ഞത് ഓണക്കാല പ്രൗഢി നിറച്ച പൂക്കളുടെ വസന്തകാലം. കൊണ്ടോട്ടി നഗരസഭയുടെയും കൊണ്ടോട്ടി കൃഷിഭവന്റെയും സഹകരണത്തോടെ 3 വനിതകൾ ചേർന്ന SMP ഗ്രൂപ്പാണ് ഈ പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിനോട് ചേർന്ന് സൗജ ആലങ്ങാടന്റെ വീടിനടുത്തുള്ള 15 സെന്റ് സ്ഥലത്താണ് മനോഹരമായ പൂന്തോട്ടം. സൗജ ആലങ്ങാടൻ, മഞ്ജുഷ KKV, MV പ്രഷീദ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി. പ്രധാന റോഡിൽ നിന്ന് തന്നെ കണ്ണിൽപ്പെടുന്ന പൂന്തോട്ടം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. പക്ഷേ ഈ പൂക്കളുടെ സൗന്ദര്യത്തിനപ്പുറം മറ്റൊരു നന്മ കൂടി ഇവിടെയുണ്ട്. പൂന്തോട്ടം കാണാനെത്തുന്നവർ നൽകുന്ന പ്രവേശന തുകയും പൂവിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് നൽകാനാണ് ഈ വനിതാ കൂട്ടായ്മയുടെ തീരുമാനം. ഓണത്തിന് നിറം പകരുന്ന പൂക്കൾക്കൊപ്പം ഒരുമയുടെയും കരുണയുടെയും സന്ദേശം കൂടി വിരിയുകയാണ് ഇവിടെ. കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന ഈ പൂക്കാലം നന്മയുടെ പൂക്കാലം കൂടിയാകുന്നു ഇവിടെ. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽപ്പന നടക്കുന്ന സമയം കൂടിയാണ് ഓണക്കാലം. ചന്തകൾ മുതൽ മോളുകൾ വരെ ഉപഭോക്താക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഓണത്തിരക്കിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുമുണ്ട്. അങ്ങനെയൊന്നാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഓണക്കാലമല്ലേ, എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായിട്ടിരിക്കുകയായിരിക്കും അല്ലേ. ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുന്നു. ഇങ്ങനെ വാങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണോ, കൊള്ളാമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഓണത്തിനൊരു പായസം വെക്കണ്ടേ, പായസം വെക്കണമെങ്കിൽ നല്ല പാലൊക്കെ വേണ്ടേ. ആ പാലെല്ലാം അത്ര ക്വാളിറ്റി ഉള്ളത് തന്നെയാണോ നിങ്ങൾക്ക് അറിയോ? അതറിയണമെങ്കിൽ പറ്റുന്ന സംവിധാനം ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ക്ഷീര വികസന വകുപ്പിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുകളുണ്ട്. ഞാനിപ്പോൾ കോട്ടയത്തെ ഓഫീസിലാണ് നിൽക്കുന്നത്. ഇവിടെ അവർ തകൃതിയായ പണിയിലാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറേ പല കമ്പനികളുടെ പാലുകൾ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുകളൊക്കെ നടക്കുകയാണ്. മാഡം, ഇതിപ്പോൾ പല കമ്പനികളുടെ സാധനങ്ങളാണ് ഇല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഇവിടെ നിങ്ങൾ നടക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? രാവിലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കറ്റ് മിൽക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്യും. പിന്നെ അതുകൂടാതെ സംഘങ്ങളിൽ നിന്ന് കർഷകരുടെ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. സംഘങ്ങളുടെ സാമ്പിൾസ് ബൾക്കായിട്ടുള്ള. ഇത് ഓണക്കാലം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണോ? ഓണക്കാലത്ത് നമ്മളിത് ഒരു പ്രത്യേക ഊർജിത പാൽപരിശോധന, ഒരു കർഷകർക്ക് ഇൻഫർമേഷൻ സെൻറ്ററും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനും, അതാണ് ഇതിലായിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരും പരാതി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഈ മാർക്കറ്റിൽ നിന്നുള്ള സാമ്പിളുകളെല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ ഏറ്റവും കുറഞ്ഞ 15 മാർക്കറ്റ് സാമ്പിളെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നാട്ടുകാർക്ക് സംശയം തോന്നി പരാതി ഉണ്ടെങ്കിലും നിങ്ങളെ വിളിച്ച് പറയാം, നിങ്ങളത് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? ഒരു പാൽ ആ സാമ്പിൾ കൊണ്ടുവരണം. അതായത് പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റായിട്ട് തന്നെ കൊണ്ടുവരണം, പൊട്ടിച്ചിട്ടല്ല കൊണ്ടുവരുന്നത്. അതിൽ ആരെങ്കിലും കൃത്രിമം കാണിച്ച് കൊണ്ടുവന്നതാണെന്നുള്ള സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയാൽ നിങ്ങളുടെ നടപടി എന്താ? റിപ്പോർട്ട് ചെയ്യും. എന്തായാലും ഇവിടെയാണ് പരിശോധനകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. പലതരത്തിലുള്ള പരിശോധന ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് പണ്ടൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ളത് പോലെ വെള്ളം ചേർത്ത പാലിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അതുമാത്രമല്ല പല പരിശോധനയുണ്ട്. ടെക്നീഷ്യൻ ഉണ്ട്, ടോം എന്നല്ലേ സാറിൻ്റെ പേര്? അദ്ദേഹം ടോം സാറ് ലാബ് ടെക്നീഷ്യനാണ്. ഇതിലെന്താ, ഈ മെഷീനിൽ എന്താ നടക്കുന്നത്? നമ്മൾ അനലൈസർ എന്ന് പറഞ്ഞതാണ്, മിൽക്ക് അനലൈസർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിൻ്റെ സ്റ്റാൻഡേർഡ്, അതായത് നമ്മളിപ്പോൾ നോർമലി പശുവും പാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പാലിൽ 87% വെള്ളം എന്നുള്ളതാണ് നമ്മൾ ഒരു കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഒരു 13% പാലെന്നാണ് നമ്മൾ, ചിലപ്പോൾ അതിൻ്റെ വേരിയേഷൻ വരെ, ഇപ്പോൾ ഒരു കറവ, ഇളം കറവ പോലെയുള്ള ഇതൊക്കെ ആണെങ്കിൽ ഫാറ്റിൽ വേരിയേഷൻ വരെ, പക്ഷേ റീഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാറ്റും എസൻറ്റിഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വില ഇടുന്നത് പോലും. ഇപ്പം ചാർട്ട് പ്രകാരം വില എങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പാലിൻ്റെ സ്റ്റാൻഡേർഡ് കറക്റ്റാണ് നോക്കാനുള്ള ഏറ്റവും നൂതനമായ പാല് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും, ബേസിക്കലി അറിയാൻ പറ്റും, സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ഈ 87% വെള്ളം എന്നുള്ളത് ഒരിക്കലും ഈ മെഷീനിൽ കാണിക്കത്തില്ല. ആഡ് ചെയ്യുന്ന വെള്ളം ഈ മെഷീനിൽ കാണിക്കാറുണ്ട്, ആഡ് വാട്ടർ. ഇപ്പം നമ്മളല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു 13%, ഒരു 8.5% SNFും ഒരു 4% ഫാറ്റും വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് വാട്ടറിൻ്റെ അവിടെ 0 കാണിക്കും. ഇതിനകത്ത് ഈ മെഷീനകത്ത് നമ്മൾ വാട്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് നോർമലി 0 കാണിക്കും. പിന്നെ ഇത് 0 കാണിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് കഴിയുമ്പോൾ നമ്മുടെ ഓൾറെഡി മാനുവലായിട്ട് നമ്മൾ ലാക്ടോമീറ്റർ റീഡിങ് നമ്മൾ നോക്കും. നോർമലി ഉള്ള ഒരു പാലെന്ന് പറയുമ്പോൾ അതിനകത്ത് 29 to 30 റീഡിങ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ റീഡിങ് കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ റീഡിങ് കുറയുന്നുണ്ടെങ്കിൽ ഫാറ്റ് കൂടും. നമ്മുടെ കറവ തീരുന്ന സമയത്തുള്ള പാലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ റീഡിങ് ഒരു 28, 27 വന്നാൽ അപ്പോൾ ഫാറ്റിൻ്റെ 4, 5 അങ്ങനെയുള്ള വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. എന്തായാലും തട്ടിപ്പ് നടത്തിയാൽ പിടിക്കും. ഇത് മാത്രമല്ല, ഇപ്പുറത്ത് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്നത് മാത്രമല്ലല്ലോ, ഷുഗർ, അങ്ങനെ പല സാധനങ്ങൾ, ഗ്ലൂക്കോസ്. ഇതെന്താണ് ഈ ഓരോ നമ്മൾ പാലിൻ്റെ അകത്ത് വരുന്നത്? സാധാരണഗതിയിൽ നമ്മളിപ്പം ആൾക്കാരിപ്പം സാധാരണ കർഷകരങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നില്ല, വളരെ ഇതുള്ളൂ. പക്ഷേ ഈ പാലിൻ്റെ അകത്തുള്ള റീഡിങ് കുറയുമ്പോൾ, അതായത് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ റീഡിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ഈ ഷുഗർ ആഡ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, ഇതെന്തൊക്കെയാണ് ഓരോ പലതുണ്ട്. അതെ, അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നു. അതുപോലെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പാലിൻ്റെ അകത്തുള്ള ബൈകാർബണേറ്റ് ആണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ടോസിന് അളവ്, വെള്ളം ചേർക്കുമ്പോൾ ലാക്ടോസിന് അളവ് കുറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഷുഗർ ചെയ്യുക. പക്ഷേ അത് ശരിക്കും ചെയ്യാൻ പാടില്ല. പക്ഷേ അത് അങ്ങനെ ഷുഗർ ചേർത്ത് നമുക്കറിയാൻ പറ്റും. അത് നമുക്ക് പാലിന് നമുക്കിപ്പോൾ ഒരു ഓർഗാൻ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്കുണ്ടാവുള്ളൂ. നമ്മൾ കണ്ണ്, മൂക്ക്, നാക്കെന്നുള്ള നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം, സ്മെല്ല് ചെയ്യുമ്പോൾ അറിയാനുള്ള സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഷുഗർ ടെസ്റ്റ് അതിനോട് ചെയ്യുന്നതാണ്. പ്ലസ് നമ്മുടെ സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഈ കപ്പപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്തിട്ട് ആൾക്കാർ ഇത് കാണിക്കാൻ വേണം. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ അതൊക്കെ നമുക്ക് കണ്ടെത്താനുള്ള സംവിധാനമാണ്. പിന്നെ ഗ്ലൂക്കോസ് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാൾട്ടോഡെക്സിൻ, അതാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൻ്റെ കെമിക്കലുകളായിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പ്രോട്ടോക്കോൾ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, ഇപ്പം ഇവിടെ നിൽക്കുന്ന നമ്മുടെ യൂണിറ്റിലുള്ള ജീവനക്കാർ, ഓഫീസർമാർ കൂടെ നമുക്ക് ഈ 12 യൂണിറ്റ് ഉണ്ട് നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ, അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ ഞങ്ങളുടെ ജില്ലാ ഓഫീസറുണ്ട്. ഇപ്പം മേഡമാണ് ഇവരെല്ലാം ലിസ്റ്റ് ചെയ്ത് ഇവിടെ ഇടുന്നത് നമ്മുടെ ഈ ഓണ സമയത്ത്. ഇവിടെ അതിനിടയ്ക്ക് ഈ ഫോർമാലിൻ്റെ ഒക്കെ പേര് എഴുതി അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പാല് കേടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമാലിനെ യൂറിയ പോലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. കാരണം നമുക്കിപ്പോൾ മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എത്ര ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം അവർക്ക് കൂൾ ചെയ്യാനുള്ള പ്ലാന്റുകളും എല്ലാ സംവിധാനങ്ങളും ഉള്ളതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള ആൾക്കാർ, മറ്റ് പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അത്ര സാഹചര്യം അവർക്ക് പെർമനൻ്റ് ആയിട്ട് വയ്ക്കുന്നതിനേക്കാൾ ഈ ഓണക്കാലം ആകുമ്പോഴത്തേക്കും പാല് കൂടുതൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ പാല് സംഭരിക്കാനൊരു സംവിധാനം അവർക്കില്ല വരുമ്പോൾ മേ ബി അവർക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പം ഇന്ന ആൾക്കാർ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആണ് ഈ വരുന്നത്. സാധ്യതയുണ്ട്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കെമിക്കലാണ്. ഇത് കെമിക്കലല്ല. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലല്ല. ഓൾറെഡി നമുക്കിത് അതും ചെയ്യാൻ പാടില്ല. അഡൾട്രേറ്റ് ചെയ്യാന്ന് തോന്നുന്നു. മറ്റൊന്ന് അങ്ങനെ കെമിക്കലാണ്, പ്രിസർവേറ്റീവ്സ് ആണ് വരുന്നത് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇത്രയുള്ള ഈ നിലവിലുള്ള ഷുഗർ, സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഇങ്ങനെ മാൾട്ടോഡിക്ഷൻ വരെ നമ്മളൊരു അഡൾട്രൻസ് ആയിട്ടും, എല്ലാ അഡൾട്രൻസ് ആണ് നമ്മൾ കോമൺലി, പക്ഷേ അഡൾട്രൻസ് ആയിട്ട് ഇതും പിന്നെ ബാക്കിയുള്ള പ്രിസർവേറ്റീവ്സ് ആയിട്ടോ കാണും. കാരണം പാല് കേടാകാതിരിക്കാൻ. മറ്റേ പാലിനെ നമ്മൾ കൃത്രിമമായിട്ട് പാലാണ് അങ്ങനെ ചേർത്തവരൊക്കെ ഇടയ്ക്ക് പിടിക്കാറുണ്ടോ? അങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് ഈ ഷുഗറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കർഷകരുടെ അടുത്തൊക്കെ നമ്മൾ സൊസൈറ്റി പറയും, മറ്റേതുണ്ട്. പിന്നെ ബാക്കിയുള്ള പാക്കറ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡാണ് എപ്പോഴും കുറവ് വരുന്നത്. അതായത് ശരിക്കും ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. ജനങ്ങൾക്ക് നല്ല പാലും നല്ല പായസവും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് ആളുകൾ ഉപയോഗപ്പെടുത്തുക കൂടി വേണം, അല്ലേ? നമ്മളിവിടെ ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞപ്പം മേഡമാണ് ഓഫീസർ. അപ്പം നമ്മുടെ ഇവരെ എല്ലാ ദിവസവും നമ്മൾ പാല് സൗജന്യം പരിശോധിച്ച് കൊടുക്കും. പക്ഷേ നമ്മൾ ബുധനാഴ്ച ദിവസം വെക്കാൻ കാരണം ഞങ്ങൾ ഈ 250 സൊസൈറ്റികൾ ഞങ്ങളിങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരു ബുധനാഴ്ച ദിവസം അവിടെ എപ്പോഴും ആളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഇനി അത്യാവശ്യമൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മില്ലി പാലെങ്കിലും കൊണ്ടുവരുവാണ് നമുക്കത് കറക്റ്റായിട്ട് പാൽ ഉപയോഗിക്കാൻ കൊള്ളുമോ ഇല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കത് ഫ്രീ ആയിട്ട് പരിശോധിക്കാം. ആളുകൾ ഈ സ്വന്തം പാല് വീട്ടിൽ കറവയൊക്കെ ഉണ്ടല്ലോ, അവരുടെ പരിശോധിക്കാനുള്ള അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? നല്ലൊരു കർഷകൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാറ്റ് സാമ്പിൾ. അപ്പോൾ ഇതാണ് ഓണക്കാലത്തല്ല ഏത് കാലത്തും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്.
എന്തെങ്കിലും സാധ്യതകൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയ നിവാരണത്തിനും ഇവർ സ്വന്തം പശു കറവയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇത്തരം സൗകര്യങ്ങളുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെയും ഇത്തരം സൗകര്യങ്ങളുണ്ട്. അപ്പം ഓണക്കാലം ആരോഗ്യകരമായ നല്ല ഭക്ഷണം കഴിക്കാനുള്ള കാലം കൂടിയാണ്. അത് ആരോഗ്യകരമാണെന്ന് ഉറപ്പുവരുത്തുക ഓരോരുത്തരുടെയും അവകാശമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.